അത് അമ്പലം കേരളത്തിലുള്ള ആൾക്കും നിറയെ വരും. വഴിപാടുകൾ എന്തൊക്കെ? വഴിപാട് ബാലമുരുകൻ വഴിപാടാണ്. பந்தள மகாராஜா அவர் அவரால் நிறுவப்பட்ட முருகர். ஆமாம், பாலகன். அப்போ இது கேரளா சேர்ந்த இடம். അന്ന് കേരളത്തിന്റെ സ്ഥലമായിരുന്നു അല്ലേ? ഇടമായിരുന്നു. ഹായ്, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ചെങ്കോട്ടയിൽ തിരുമലക്കോവിലാണ് നിൽക്കുന്നത്. ഇന്ന് വേറിട്ട കാഴ്ചകളോടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ദേശീയ പണിമുടക്കാണ്. ഞങ്ങളിവിടെ വരുമ്പോഴും ഇവിടെയും ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. എന്നാലും കോവിലിലേക്ക് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു കോവിലുള്ളത്. നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ പഴയകാല നിർമ്മിതികൾ ഒരുപാടുണ്ട്. പണ്ട് നമ്മൾ നടന്നു വരുന്നത് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കയറി പോരുന്നത്. ഇപ്പോൾ അപ്പുറത്തോട്ട് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു റോഡുണ്ട്, അതുവഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ബൈക്കിനാണെങ്കിൽ 20 രൂപ, കാറിനാണെങ്കിൽ 50 രൂപ. അങ്ങനെ വാഹനങ്ങൾ കയറി പോകുന്നതിന് ചാർജുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരെ ആ ഒരു വീഡിയോ. അതുകൊണ്ട് ആ പാറയുടെ മുകളിൽ കാണുന്നതാണ് തിരുമലക്കോവിൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പഴയകാല നിർമ്മിതികളുണ്ട്. എൻ്റെ എൻട്രൻസ് കാണേണ്ട ഇവിടെ ഇങ്ങനെയാണ്. ഇതുവഴിയാണ് നമ്മൾ വാഹനം വഴി ഇതുവഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലൂടെ കാണാം. ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് പണ്ട് നമ്മൾ കയറി പോയിരുന്നത്. കണ്ടോ? ഈ ഒരു പാറയുടെ മുകളിലേക്ക് നമ്മൾ കയറി പോകണം. ഒറ്റക്കല്ലിലെ തൂണുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ടോപ്പെല്ലാം കല്ലുകൾ പാകി ഇട്ടിട്ടുണ്ട്. അടിയിലും കല്ലുകളെല്ലാം പാകിയിട്ടുണ്ട്. പുരാതനമായുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോഴും ആളുകൾ ഈ സ്റ്റെപ്പ് വഴി തന്നെയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. കാണാം, 3-4 റെസ്റ്റിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മുകളിലോട്ട് കയറിയാണ് പോകുന്നത്. നമുക്കെന്തായാലും വാഹനത്തിൽ തന്നെ മുകളിൽ പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ കോവിലിൻ്റെ ഐതിഹ്യം പന്തള രാജാവിൽ കെട്ടപ്പെട്ട കോയിൽ சிவகாமி அம்மையாருடைய திருப்பணிகள்லாம் செஞ்சுருக்காங்க. பக்கத்தில் பாலமுருகன் அவர் வந்து உற்சவங்களுக்கு உற்சவம் வந்து தைப்பூசம், அப்புறம் வந்து வசந்த திருவிழா, அப்புறம் வைகாசி விசாகம், இந்த மாதிரி திருவிழாலாம் சஷ்டி உண்டு. இதெல்லாம் பிரத்யேகതകളാണ്. வெரைட்டி வந்து ஒவ்வொரு மாத கிருத்திகை அன்னைக்கும் நிறைய பக்தர்கள் வருவாங்க. அது மாதிரி தமிழ் மாசப்பிறப்புக்கு அதிகமான பக்தர்கள். அது ஏது ദിവസം ஒவ்வொரு மாத கிருத்திகை ஏது மாதம் 12 மாதங்கள் வரும். தமிழ் மாதம் 12 மாதத்தில் ஒவ்வொரு மாத கிருத்திகை அன்னைக்கு பெருவாரியான மக்கள் வருவாங்க. அது மாதிரி தமிழ் மாசப்பிறப்பு அது ஏது மாதம்? சித்திரை, வைகாசி, ஆனி, ஆடி இப்படி தொடர்ந்து வரும். ഒരുപാട് ഭക്തர்கள் நிறைய വരും. அதுதான் அம்பலம் கேரளாவில் உள்ள ஆൾക്കും நிறைய வரும். വഴിപാടുകൾ എന്തൊക്കെ? വഴിപാട് ബാലമുരുകൻ വഴിപാട് നല്ല ബാലമുരുകൻ. ഓക്കെ. എന്താ പേര്? എൻ പേര് അയ്യാത്തുറ. ഓക്കെ. ഇവിടുത്തെ കോവിലിലെ സ്വാമിയാണ്. സ്വാമിയുടെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ സ്വാമി? விசேஷங்கள் கோயில் விசேஷங்கள் என்ன, வைகாசி விசாகம், சித்திரை விசு, இந்த மாதிரி ஐட்டங்கள் விசேஷமாக. இது இப்போ வந்து பஸ் விடுறாங்க. இந்த கார் 2 பஸ் விடுறாரு. அவர் இருக்காரா அருணாச்சலம் அவர் பேர். அவர் 2 வந்து பஸ் விடுறாரு. வேற கோபுரங்கிட்ட மலைப்பாதை எல்லாம் வரும். மினிஸ்டர் வருது 1ஆம் தேதி. அதுக்கு വേണ്ടി அந்த ഏർപ്പാട് നടന്നു. ഓക്കെ. മിനിസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ 2 ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ കോവിലിലേക്ക് കോവിലിന് വേണ്ടി 2 ബസ് തരുവാണ്. കോവിലിലേക്ക് 2 ബസ് ഇവിടെ അവർ ഫ്രീയാ കൊടുക്കാറ്. ഇലവസമാ കൊടുക്കാറ്. 1 കോടി രൂപ തങ്കത്തേര് 1 കോടി രൂപ അവர்தான். ഈ കോവിലിലേക്ക് 2 ബസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം മെയ് 1-ാം തീയതി ആണെന്നാണ് പറയുന്നത്.
അപ്പം ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? தங்க தேர் உள்ளது. തങ്കത്തേര് தங்கத்தேர் அராசலம் செட்டியார் தான் அதை டோனர் பண்ணி அவர் தான் சொந்த செலவில் பண்ணியிருக்காரு. சொந்த செலவு. തങ്കത്തേര് ₹1 கோடி ഒരു കോടിക്ക് ഒരു തേര്. ஒரு தேர் வந்து ₹1 கோடி. എത്ര തേര്? அருணாச்சலம் செட்டியார் தான் தேர் பண்ணி கொடுத்துருக்காரு. എത്ര തേര്? ഒരു തേര് മാത്രം. ஒரு தேர் மொத்தம். ഒരു തേര് മാത്രം. ഒരു തേരിന് ₹1 കോടിയിലേറെ രൂപ. എത്ര കോടി? 1 കോടി. ഒരു തേരിന് ₹1 കോടിയിലേറെ രൂപയുള്ള തേര് ഇവിടെ അരുണാചലം ഇവിടെ കൊടുത്തിരിക്കുന്നല്ലേ? കോവിലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്വാമിയൊക്കെ അതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് തമിഴ് അറിയാത്തതുകൊണ്ട് നമ്മളും ഇങ്ങനെ തന്നെ പറയുകയാണ്. പന്തള മഹാരാജാക്ക് അടുത്ത് ഇവർ தான் இந்த கோயிலை புரணமிச்சிருக்காரு. பந்தள மகாராஜா அவரால் நிறுவப்பட்ட முருகர். ஆமா, பாலகன். அப்போ இது கேரளா சார்ந்த இடம். അന്ന് കേരളത്തിന്റെ സ്ഥലമായിരുന്നു അല്ലേ? സ്ഥലമായിരുന്നു. பந்தள மகாராஜா வந்து இந்த கோயிலை ஸ்தாபகம் பண்ணாள். அதுக்கப்புறம் அந்த கோயிலை கட்டினது வந்து சிவகாமி அம்மாள். அச்சம்புதூர் சிவகாமி அம்மாள். அச்சங்கோவில். அச்சன்புதூர் சிவகாமி அம்மாள் ஒரு லேடி. அவங்க தான் இந்த கோயிலை புறணமிச்சு பூரா கல்காலாம் கட்டினது. அதுக்கு முன்னாடி இவர் அருணாச்சலம் செட்டியார் தான் இவ்வளவு. அதுக்கு பிறகு புறணமிச்சது வந்து அருணாச்சலம் செட்டியார். பல ஆண்டுகளுக்கு பிறகு அருணாச்சலம் செட்டியார் இந்த ரோடு போடப்பட்டது. மலை ரோடு. அதுக்கு அடுத்தால சுற்றுப்புற சுவர், மேலே கல் கோபுரம், கீழவாசல் கோபுரம் அவர் தான் பண்ணார். இந்த கோபுரம் அது ₹2 கோடி செலவில். அதுக்கப்புறம் சுற்றுப்புற தளங்கள் அனைத்து செலவுகளும் ஒரு போன வருஷம் முந்தின வருஷம் கும்பாபிஷேகம் நடந்தது. அவர் செலவு தான். ഇതിന് എത്ര സ്റ്റെപ്പുകളാണ്? எத்தனை படிண்ணே? പടി 646 പടികളുണ്ട് ഇതിന്. ഇപ്പോഴും 646 പടികൾ കയറുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കയറും. അതെന്തെങ്കിലും വിശ്വാസത്തിന്റെ പുറത്താണോ അതോ? நீங்க இப்போ அதில் நடந்து போகிற ஆட்களும் நிறைய இருக்கு. இப்படி சுற்றி போகிற ஆட்களும் இருக்கு. நிறைய பேர் அங்கே கேரளாவிலேருந்து வரவங்க நடந்து போகிறவங்க இருக்கு. നടന്നു പോരും. അവർ എന്താ ഓരോ നേർച്ചകൾ ചെയ്ത് നടന്നു പോകും. ഓക്കെ. சிறப்பான கோயில். அவரை நம்பினா நல்ல காரியங்கள் எல்லாம் நடக்கும். അങ്ങനെ പേര്? சாமிநாதன். പേര്? കാളിയപ്പൻ. അയ്യാ കോവിൽ സ്വാമി. ഓക്കെ. വളരെ നന്ദി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി മുകളിലോട്ട് കയറി പോയിട്ട് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പം ആ കല്ലിന് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ ഒരു കോവിലുള്ളത്. കോവിലിന് വേണ്ടി 2 ബസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന നിർവഹണമാണ് ഇപ്പം 1-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഈ കാണുന്ന ആ സ്റ്റേജ് കെട്ടുന്നത്. നമ്മൾ തിരുമലക്കോവിലിൻ്റെ മുകളിലേക്ക് വാഹനത്തിൽ പോവുകയാണ്. നമ്മൾ ബൈക്കിനകത്താണ് വന്നത്. ഒരു ഫീലിംഗ് കിട്ടി. നിങ്ങൾ വരുമ്പോൾ ഇതിലേക്കൂടെ ഒന്ന് വന്ന് നോക്കുക. ഇതാണ് ഭയങ്കര ഫീൽ ചെയ്യുന്നത്. സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടത് താഴൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള സ്റ്റെപ്പിലൂടെ വരുമ്പോൾ നമുക്ക് ഇത്രയും ഫീൽ ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങ് കാണുന്നുണ്ടോ മേക്കര ഡാമാണ്. നമ്മൾ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് കാണുന്നത് മേക്കര ഡാമാണ്. ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മേക്കര ഡാം. അപ്പോൾ നമ്മൾ ആ മേക്കര ഡാമിൻ്റെ ആ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്.
സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി വരണം. ഇത് പാറ സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ടോപ്പാണ്. ഇത് എൻട്രൻസ് കവാടമാണ്. ഇതുവഴിയാണ് അകത്തോട്ട് നമ്മൾ കയറി പോകുന്നത്. നമ്മളിവിടെ കയറി വരുമ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു കട കാണാം. പിന്നെ ഈ പാറയുടെ മുകളിൽ വലിയൊരു ആല് നിൽക്കുന്നതാണ്. ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ഇത്രയും ഒരു പാറയുടെ മുകളിൽ നല്ല വേരോടുകൂടി ഒരു ആല് നിൽക്കണമെങ്കിൽ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഈ സൈഡിലുണ്ട്. നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാം. അങ്ങനെ ഞങ്ങൾ തിരുമല കോവിലിൻ്റെ ഏറ്റവും മുകളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എന്തൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടു. ഇത് മുടിക്കാണിക്ക ഹാളാണ്. തിരുപ്പതിയിൽ പോയി മുട്ടയടിക്കുന്നത് പോലെ തന്നെ ഇവിടെയും വന്ന് ആളുകൾ മുട്ടയടിക്കാറുണ്ട്. ഇപ്പോൾ ഒരിക്കലും പറ്റാത്ത ഒരു വലിയൊരു കുളമുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പുള്ള കുളമാണ്. അതിൻ്റെ ഒറ്റക്കല്ലിൽ തീർത്ത തൂണുകളും അതിൻ്റെ കൽപ്പടവുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒരു പച്ച കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും പറ്റാത്ത ഒരു കുളമാണ്. ഒരുപാട് ആളുകൾ ഇതിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെല്ലാം ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പാറകൾ കൊണ്ട് തീർത്ത മതിൽക്കെട്ടും അതിനുള്ളിലാണ് ശില്പങ്ങളും ആചാരങ്ങളും എല്ലാം അതിനുള്ളിലാണ്. ഇവിടെയൊക്കെ അതിൻ്റെ ചെറിയ കിളിവാതിലുകളുണ്ട്. ഇവിടെയൊക്കെ ഓരോ തീർത്ത തൂണുകളും അതിൻ്റെ ശില്പങ്ങളും ഒക്കെ അവിടെ കാണാൻ പറ്റും. നമുക്ക് താഴോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം കിട്ടിയ കേട്ടോ, ഇതെല്ലാം ഇപ്പം പണിഞ്ഞത്.
PWD കോൺട്രാക്ടർ അരുണാചൽ ചെട്ടിയാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഹൈവേയുടെ പണികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുള്ളി തന്നെ ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിലത്തെ ഗൗരവമാണ് ഈ കാണുന്നത്. ഇതാണ് തിരുമലക്കോവിലിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ഇതാണ്. അതിന് ശേഷമാണ് അതിന് തൊട്ടപ്പുറത്ത് മാറി PWD കോൺട്രാക്ടർ ഒരു വലിയൊരു ശില്പം നിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. 2 വർഷം ആയതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുമലക്കോവിലെ ഈ ഒരു ക്ഷേത്രം ഫുള്ള് കറങ്ങി കണ്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മനോഹരമായ ഇത്രയും വീതിയേറിയ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ക്ഷേത്രവും അതിൻ്റെ ശില്പങ്ങളും, അതിലൊരു ആല്, വലിയൊരു കുളം, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യത്യസ്തമായ, ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.